എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഫിഷിന്റെ ഒരു അടിപൊളി റെസിപ്പിയാണ്. ഫിഷ് അംബോട്ടിക് എന്നൊക്കെ പറയാം. അംബോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗോവ റെസിപ്പിയാണ് കേട്ടോ. അംബോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പുളിയുള്ള സോർ എന്നുള്ള അർത്ഥം. ടിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല എരിവുള്ള സ്പൈസി ആയിട്ടുള്ള, അതായത് നല്ല എരിവും പുളിയുള്ള ഒരു മീൻ കറി. അതായത് നമ്മുടെ മിക്കവാറും നമ്മുടെ സൗത്ത് ഇന്ത്യൻ റെസിപ്പീസ് ഒക്കെ അങ്ങനെയൊക്കെ തന്നെയാണ്. എന്നാൽ ഈ കിളിമീൻ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. കിളിമീൻ റെസിപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിനും മികച്ച റെസിപ്പി കിട്ടില്ല കിളിമീൻ കൊണ്ട്. അപ്പൊ കിളിമീൻ നമുക്ക് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് നമ്മുടെ മത്സ്യ ഫിഷറീസിൽ നിന്ന്. ചെറിയ കിളിമീനാണ് കേട്ടോ. ഇത് നല്ല ടേസ്റ്റാ. വറുക്കിനെക്കാട്ടും ടേസ്റ്റ് ഇതുപോലെ കറി വെക്കുമ്പോഴാണ്. അപ്പൊ മത്സ്യ ഫിഷറീസ് പറഞ്ഞാൽ നമ്മുടെ തൃശ്ശൂരിലുള്ള സ്ഥാപനമാണ്. മത്സ്യം ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് നമ്മുടെ വീടുകളിൽ എത്തിച്ചു തരും. അതിന് പ്രത്യേകിച്ച് ഡെലിവറി ചാർജസ് ഒന്നും ഇല്ല. അപ്പൊ മത്സ്യ ഫിഷറീസിന്റെ കാര്യങ്ങളും ഡീറ്റെയിൽസും ഫോൺ നമ്പറും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിലെ പോലെ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പിയാണ്. വീഡിയോ മുഴുവനായിട്ട് കാണാം. വീഡിയോ കണ്ട് ഇഷ്ടമായ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ട്രൈ ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല ഫിഷ് റെസിപ്പീസ് ഉണ്ട്, ഒരുപാട് ഫിഷ് റെസിപ്പീസ് ഉണ്ട്, അതുപോലെ മറ്റു സിമ്പിൾ റെസിപ്പീസ് ഉണ്ട്. അപ്പൊ എല്ലാരും വീഡിയോ മുഴുവനായി കാണാം. ഓക്കെ, അപ്പൊ നമ്മുടെ കിളിമീൻ ഫിഷിന്റെ ഈ റെസിപ്പിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉണ്ട് കേട്ടോ. നാളികേരൊന്നും യൂസ് ചെയ്യില്ല. പിന്നെ ഗോവൻ ഡിഷുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് കേടുവരില്ല, കുറെ ദിവസം കേടാവാതെ. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഒരു പ്രിപ്പറേഷൻ ചെയ്യാനുണ്ട്. ഇത് നമ്മൾ കുറച്ച് വറ്റൽ മുളകാണ് എടുത്തു വെച്ചേക്കുന്നത്. ഒരു 15 വറ്റൽ മുളക്. കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ അങ്ങനെ എടുത്തു വെക്കുക, നല്ല റെഡ് കളർ ആവും. അപ്പൊ നമ്മൾ ഈ 15 വറ്റൽ മുളക്, പിന്നെ അതുമാതിരി ഒരു ഇത്രയും പോകുന്നൊരു വലിയൊരു നെല്ലിക്കേരെ വലിപ്പഴുത്ത ടമറിൻറ്റ് പുളി, പിന്നെ കുരുമുളക് നമ്മൾ 1 ടീസ്പൂൺ എടുത്തു വെച്ചിട്ടുണ്ട്. 1/2 ടീസ്പൂൺ വീതം ഉലുവി നല്ല ജീരകവും എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 4-5 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു സവാള. അപ്പൊ നമ്മൾ ചെയ്യാൻ പോണത് ഈ വറ്റൽ മുളകിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കാം. ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് കുരുമുളക്, നമ്മുടെ ജീരകവും ഉലുവി, പിന്നെ പുളി. അപ്പൊ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് സോക്കായാൽ മതി. അപ്പൊ ഒരു 5 മിനിറ്റ് ഇതുകൂടി ഇരിക്കട്ടെ. നമ്മൾ ആദ്യം തന്നെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനത്തെ റെസിപ്പീസിന് എപ്പോഴും ഒരു മൺചട്ടിയാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഇതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ. വെളിച്ചെണ്ണ ഒന്ന് ചൂടാവണം കേട്ടോ. ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ഒരു സവാള നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ടൊമാറ്റോ ഒരെണ്ണാണ് ടൊമാറ്റോ എടുത്ത് വെച്ചിരിക്കുന്നത്. അത് ഇതുപോലെ നല്ല ലെങ്തിയിട്ട് എന്താ പറയാ കനം കുറച്ച് അരിഞ്ഞു വെച്ചേക്കാണ്. പിന്നെ കുറച്ച് വേപ്പില എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചൂടായ എണ്ണയിലേക്ക് ഈ ഫൈനായിട്ട് ചോപ്പ് ചെയ്ത ഒരു സവാള നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്നൊരു ലൈറ്റ് ബ്രൗൺ കളർ ആവണ വരെ നമുക്ക് സോട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പൊ നമ്മുടെ സവാള ഏകദേശം ലൈറ്റ് ബ്രൗൺ കളറിലേക്ക് വന്നു തുടങ്ങിയിട്ട് ആ സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആഡ് ചെയ്യേണ്ടത് ഈ ഒരു തക്കാളി, അതായത് നല്ല നീളത്തിൽ അരിഞ്ഞു വെച്ച ഈ തക്കാളി കേട്ടോ.
ഫ്ലെയിം ഞാൻ നന്നായി താത്തി വെച്ചിട്ടുണ്ട്. ഈ തക്കാളി ഒന്ന് നന്നായിട്ട് കുക്കായിട്ട് വേണം. അത് ഞാൻ ഒന്ന് മൂടി വെക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമുക്ക് വേറെ കുറച്ച് പണി ചെയ്യാനുണ്ട്. നമ്മള് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ സംഭവങ്ങൾ, പുളി, കുരുമുളക്, ജീരകം എല്ലാം സോക്ക് ചെയ്തിട്ട് മുളക് എല്ലാം ഇട്ടിട്ട്, പിന്നെ നമുക്ക് ഇടുന്നത് വെളുത്തുള്ളി, ഒരു 5-6 പീസ് വെളുത്തുള്ളി ഉണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. സവാള, ഇതൊന്ന് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. അപ്പൊ ഈ വെള്ളത്തോട് കൂടി തന്നെ നമുക്ക് നല്ല പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കാം. അപ്പൊ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ആദ്യം ഞാൻ അടച്ചു വെക്കാം കേട്ടോ. ഒന്നുകൂടി കുക്കായി വരാനുണ്ട്. ഇപ്പൊ ഇത് കണ്ടോ, നല്ല സൂപ്പർ ഫൈൻ പേസ്റ്റ് ആയിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല കളറാണ് നമ്മുടെ വറ്റൽ മുളകൊക്കെ ഇട്ട് അരച്ചത്. ഇനി നമുക്ക് ഇത് തുറന്ന് ഒന്നുകൂടി മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ പേസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്യും. ഇനി ഇത് ചെറിയ തീയിലിട്ടിട്ട് ഒരൊറ്റ മിനിറ്റ് ഒന്ന് വഴറ്റണം കേട്ടോ. ഇതിലേക്ക് നമ്മൾ സോൾട്ട് ഇതുവരെ ആഡ് ചെയ്തിട്ടില്ല. ഈ സമയത്ത് നമുക്ക് സോൾട്ട് ആവശ്യത്തിന് ആഡ് ചെയ്യും. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പൊ മിക്സിയിലെ കപ്പിലൊക്കെ ഇത് മസാലയില് പറ്റി പിടിച്ചിരിക്കുന്നതെല്ലാം ഒന്ന് കഴുകി ഇതിലേക്ക് ഒഴിക്കാം കേട്ടോ. മീൻ വേവാൻ ആവശ്യമുള്ള ആ വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഗോവൻ കറികളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മിക്കപ്പോഴും വിനീഗർ ഉണ്ടാവും. ഒരു ചെറിയൊരു പുളി പൊന്തി നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഒരു 2 ടീസ്പൂൺ വിനീഗർ, നേർപ്പിച്ച വിനീഗർ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട്. അതുകൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരണം കേട്ടോ. അപ്പൊ ഞാൻ ഫ്ലെയിം കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഗ്രേവി നന്നായി തിളച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മള് മീൻ ഇട്ടു കൊടുക്കാം. ഫ്ലെയിം കൂട്ടി തന്നെ വെക്കുക. അങ്ങനെ ഇരുന്നിട്ട് ഈ മീൻ വേകണം. അപ്പൊ ഗ്രേവി ഇത്തിരി തിക്കും ആയിട്ട് വരും കേട്ടോ. അപ്പൊ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പൊ നമ്മുടെ ഫിഷ് റെഡി ആയി കഴിഞ്ഞു കേട്ടോ. അപ്പൊ കിളിമീനൊക്കെ ആവുമ്പോ, ഇങ്ങനെ ചെറിയ കിളിമീനൊക്കെ ആവുമ്പോ മാക്സിമം 4-5 മിനിറ്റ് അത്ര മാത്രമേ കുക്ക് ചെയ്യാവൂ, അല്ലെങ്കിൽ വെന്തുടങ്ങി പോകും. അപ്പൊ കറക്റ്റ് ആണ് ഈ ഗ്രേവിയുടെ കൺസിസ്റ്റൻസി. ഇപ്പൊ ഞാനൊരു 3.5 കപ്പ് വെള്ളമാണ് കേട്ടോ ഞാൻ ചേർത്തത് 1 കിലോ മീൻ. അപ്പൊ ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്ക് വേപ്പലിയോ അല്ലെങ്കിൽ നമ്മുടെ മല്ലിയരിയോ വെച്ചിട്ട് ഗാർണിഷ്. അപ്പൊ ഇതില് നല്ല പുളിയും എരിവും പാകത്തിന് ഉപ്പൊക്കെ ഉള്ള ഒരു ബെസ്റ്റ് ഒരു കറിയാണ്. ഈ കിളിമീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഞാൻ പറയാൻ പറഞ്ഞു, പല സ്ഥലത്തും പല പേരിൽ അറിയപ്പെടുന്നത്. പുയാപ്പളക്കോര, മഞ്ഞക്കോര, പിന്നെ വേറെ എന്തൊക്കെയോ പേരുണ്ട്. പണ്ട് ഞാൻ വേറൊരു പേര് കേട്ടിട്ടുണ്ട്. അത് ഞാൻ നോക്കിയിട്ട് അതൊന്നും കാണാനില്ല. നമ്മുടെ തൃശ്ശൂർ മാർക്കറ്റിൽ പറയുന്ന പേരാണ് കോളേജ് കുമാരി.
അപ്പൊ ഈ കോളേജ് കുമാരി നല്ല ഭംഗിയല്ലേ കാണാൻ, നല്ല പിങ്ക് കളറിലുള്ള പിങ്ക് പെർച്ച് എന്നൊക്കെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. അപ്പൊ ആ ഒരു ഭംഗി കണ്ടിട്ടാണെന്നുണ്ട് അത് മാർക്കറ്റിലുള്ളവർ ഉണ്ടാക്കിയ പേരാണെന്ന് സംശയമുണ്ട്. സെർച്ച് ചെയ്ത് നോക്കിയിട്ട് കാണാൻ വേണ്ടി. അപ്പൊ എന്തായാലും നിങ്ങൾ കിളിമീൻ കിട്ടുമ്പോ ഇതേപോലെ സിമ്പിൾ ആയിട്ടുള്ള ഈ പ്രിപ്പറേഷൻ ചെയ്ത് നോക്കുക. കുറച്ച് ദിവസം ഇരിക്കുന്ന ഒരു കറിയാണ്, നല്ല ടേസ്റ്റ് ഇങ്ങനെ കൂടി കൂടി വരും. അപ്പൊ ഇത് ഇന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ കഴിക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ചോറിനും മറ്റ് ചപ്പാത്തി, ബ്രെഡ് അങ്ങനത്തെ സാധനങ്ങൾക്കൊക്കെ നല്ല സൂപ്പർ കറിയാണ്. അപ്പൊ അടുത്താണ് നമുക്കൊരു ഉഗ്ര റെസിപ്പിയുമായി കാണാം. ബൈ.